അമേരിക്കൻ പ്രസിഡന്റായി രണ്ടാം വട്ടവും എത്തുന്ന ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ ആണവ നിലയങ്ങൾ ബോംബിട്ട് തകർക്കാൻ പദ്ധതികൾ തയ്യാറാക്കുന്നതായി റിപ്പോർട്ട്. അധികാരമേറ്റാൽ എത്രയും വേഗം തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് കരുതുന്നത്. പ്രസിഡന്റ് ജോ ബൈഡൻ ഇക്കാര്യത്തിൽ തുടരുന്ന നിലപാട് മാറ്റാൻ തന്നെയാണ് ട്രംപ് പദ്ധതിയിട്ടിരുന്നതെന്ന് വാൾസ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സിറിയയിലെ അസദ് സർക്കാരിന്റെ പതനവും ഹിസ്ബുള്ളെ ഹമാസുമായി ഇസ്രയേൽ നടത്തുന്ന യുദ്ധം ഇപ്പോഴും തുടരുന്നതുമാണ് ട്രംപിനെ ഇത്തരത്തിൽ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നാണ് വാൾസ്ട്രീറ്റ് ജേർണൽ വിലയിരുത്തുന്നത്. നിലവിൽ ഇറാൻ എല്ലാ തരത്തിലും ദുർബലമാണ്. കൂടാതെ ഇവർ എപ്പോഴും ആണവ പദ്ധതികൾ തുടരുന്നതായുള്ള വാർത്തകളാണ് ട്രംപിനെ ഇത്തരത്തിൽ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ഇനിയും അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല. മാധ്യമങ്ങൾ പറയുന്നത് ഇറാനെ നിലയ്ക്ക് നിർത്തുന്നതിനുള്ള വിവിധ മാർഗങ്ങൾ ട്രംപിന്റെ ടീം അന്വേഷിക്കുകയാണെന്നാണ്. ഇസ്രയേലിന്റെ ആക്രമണം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം അമേരിക്ക കൂടുതൽ സേനകളെയും കപ്പലുകളും യുദ്ധവിമാനങ്ങളും മേഖലയിലേക്ക് അയക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നു. 2015 ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകശക്തികളുമായി കരാറിൽ ഏർപ്പെട്ടിരുന്നു. പ്രസിഡന്റ് ആയിരുന്ന ഒബാമയുടെ നേതൃത്വത്തിലായിരുന്നു ഈ നീക്കം നടന്നത്. എന്നാൽ 2018 പിന്നീട് പ്രസിഡന്റായി വന്ന ഡൊണാൾഡ് ട്രംപ് കരാറിനെ വികലമെന്നാണ് വിശേഷിപ്പിച്ചത്. ബൈഡൻ തന്റെ പ്രസിഡന്റായിരിക്കെ കരാർ പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഇറാൻ പിൻവാങ്ങുകയായിരുന്നു. എങ്കിലും മേഖലയിലെ ആണവ വിഷയങ്ങൾ നയതന്ത്രപരമായ പരിഹാരം തേടുന്നത് അദ്ദേഹം തുടർന്നു. അതേസമയം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രയേൽ തകർക്കണമെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്ന സമയത്തെ പ്രചാരണ വേളയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇസ്രയേലിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇറാനെതിരെ കൂടുതൽ ഉപരോധം വേണമെന്നും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രയേൽ ആക്രമിക്കുന്നതും അംഗീകരിക്കുന്നില്ല എന്നുമുള്ള പ്രസിഡന്റ് ജോ ബൈഡന്റെ പരാമർശം വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന. നോർത്ത് കരോലിനയിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ സംസാരിക്കുകയായിരുന്നു ഡൊണാൾഡ് ട്രംപ്. പ്രചരണം പുരോഗമിക്കവേ ഇസ്രയേൽ ഇറാൻ പ്രശ്നങ്ങളെക്കുറിച്ചും ഇസ്രയേലിൽ ഇറാൻ 200 തവണ നടത്തിയ മിസൈൽ ആക്രമണങ്ങളെക്കുറിച്ചും ചോദ്യമുയർന്നിരുന്നു. അപ്പോഴാണ് ട്രംപ് തന്റെ അഭിപ്രായം തുറന്നു പറഞ്ഞത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആദ്യം ബോംബിട്ട് തകർക്കുകയാണ് ഇസ്രയേൽ ചെയ്യേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ജോ ബൈഡനോട് ഈ പ്രശ്നത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആദ്യം ആണവ കേന്ദ്രങ്ങൾ തകർക്കുകയാണ് വേണ്ടതെന്നും തുടർന്ന് വരുന്ന പ്രശ്നങ്ങൾ പിന്നീട് നോക്കാമെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഇസ്രയേൽ അങ്ങനെ ചെയ്യാൻ പോവുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അതുതന്നെയാണ്. പക്ഷെ അവരുടെ പദ്ധതികൾ എന്താണെന്ന് അറിയേണ്ടിയിരിക്കുന്നുവെന്ന് ട്രംപ് പറഞ്ഞു. ഇസ്രയേലിന് പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെന്നും എന്നാൽ അത് ആനുപാതികമായി ഇരിക്കണമെന്നാണ് ഇറാൻ ഇസ്രയേൽ പ്രശ്നത്തെക്കുറിച്ച് ബൈഡൻ അന്ന് പറഞ്ഞത്. നിലവിൽ ഇറാന്റെ കൈവശം 42 കിലോഗ്രാം സമ്പുഷ്ട യുറേനിയം ഉണ്ടെന്നാണ് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കൂടാതെ പ്രസിഡന്റായി രണ്ടാമതും തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ടൈം മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ട്രംപിനോട് ഇറാന്റെ ആണവായുധ പദ്ധതിയെ എങ്ങനെ നേരിടുമെന്ന ചോദ്യത്തിന് ഇക്കാര്യത്തിൽ എന്തും സംഭവിക്കാമെന്നാണ് മറുപടി. അതേസമയം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചു തകർക്കാൻ ഇസ്രയേൽ പദ്ധതിയിടുന്നതായി പറയപ്പെടുന്നു. ഇറാന്റെ ഏറ്റവും അടുപ്പമുള്ള രാജ്യങ്ങൾ ഒന്നായ സിറിയയിലെ രാഷ്ട്രീയ പ്രതിസന്ധിയിലാണ് ഇതിന് കാരണമെന്നതാണ് സൂചന.